അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم. وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنا كنا من قبله مسلمين أولئك يؤتون أجرهم مرتين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. ഏതൊരു നന്മക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ പടക്കപ്പെട്ടത് തന്നെ അമലുകൾ ചെയ്യാനാണ്, സൽക്കർമ്മം ചെയ്യാനാണ്. മനുഷ്യനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയായിട്ട് മാത്രമാണ് ജിന്നിനെയും മനുഷ്യനെയും അല്ലാഹ് പടച്ചത് എന്ന ഈ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന അവന്റെ ദാസന്മാർക്ക് അള്ളാഹു നൽകുന്നത് വമ്പിച്ച പ്രതിഫലങ്ങളാണ്. അപ്പോൾ ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹ് തന്നതാണ്. ഒരാളുടെ ആയുസ് അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഒരാളുടെ ആയുസ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. മുൻഗാമികൾക്ക് അള്ളാഹ് ഒരുപാട് ആയുസ് കൊടുത്തിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വയസ്സിനെ സംബന്ധിച്ചൊക്കെ തഫ്സീറുകൾ നമുക്ക് കാണാം. 1000 വർഷങ്ങൾ, 1000-ലേറെ വർഷങ്ങൾ ഈ ദുനിയാവിൽ ആയുസ് കിട്ടിയ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ ആയുഷിൽ അവരനുഷ്ഠിച്ച പ്രവർത്തനങ്ങൾ എത്രയാണ്? ഒരുപാടാണ്. അതിനൊക്കെ അള്ളാഹു ചെയ്യും, കൂലി കൊടുക്കും ചെയ്യും. നല്ലോണം റബ്ബ് പ്രതിഫലം കൊടുക്കും. അപ്പൊ ആ പ്രതിഫലത്തിന്റെ കണക്കും അവർ ചെയ്ത അമലുകളുടെ പോലിശയും മഹത്വവും ഒക്കെ തിരിച്ചറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ആളുകൾക്ക് ചിലപ്പോ ഒരു പ്രയാസം ഉണ്ടാവും. കാരണം നമുക്ക് കിട്ടുന്ന ആയുസ് ആകെ കുറച്ചാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മാബൈന 60 വ 70, 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ആയുസാണ് അള്ളാഹ് നമുക്ക് തരുന്നത്. എന്നാൽ മുൻഗാമികൾക്ക് അള്ളാഹ് 1000 വർഷം കൊടുത്തു. അപ്പൊ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അതിലേറെ ഉത്കൃഷ്ടമാണ്. കാരണം ആ ആയുസില് റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും നല്ലൊരു മനുഷ്യൻ മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖൈറുന്നാസ്, ജനങ്ങളിൽ ഉത്തമൻ. അവൻ ആയുസ് ദീർഘിച്ചിട്ടുണ്ട്, കുറെ കാലം ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹ് അവസരം കൊടുത്തു. ആ ആയുസിൽ ഹസ്സന അമലഹു, അയാളുടെ അമലിനെ നന്നാക്കുകയും ചെയ്തു. നല്ല സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ ആയുസിൽ ചെയ്ത ആ അമലിനുള്ള കൂലി തന്നെ മതി അയാൾക്ക് സന്തോഷിക്കാൻ. മോശപ്പെട്ടവൻ ആയുസ് കിട്ടിയിട്ട് അമല് ചെയ്യാത്തവനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ മനസ്സിൽ സങ്കടം ഇല്ലാതിരിക്കാൻ, നമുക്ക് 70 ഉള്ളൂ, അല്ലെങ്കിൽ ആ 70 തന്നെ 50 ആവുമ്പോഴേക്ക് നമ്മൾക്ക് നിൽക്കാനും കഴിയൂല, നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല അമലോട് സജീവാവാൻ കഴിയൂല. നമ്മുടെ ആയുസ്സിലെ ഹ്രസ്വമായ ഒരു കാലം മാത്രമാണ് ആരോഗ്യത്തോടെ, ഈമാനോടെ, പ്രതിഫലേച്ഛയോടെ അള്ളാഹുവിലേക്ക് നമുക്ക് അമല് ചെയ്യാൻ കഴിയുക. അപ്പൊ നമുക്ക് കിട്ടിപ്പോകുന്ന പ്രതിഫലം കുറവാണ് എന്നൊരു തോന്നലുണ്ടാവും. ഇല്ല, ഈ പ്രവാചകന്റെ ഉമ്മത്തിനെ അള്ളാഹു ആദരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ അള്ളാഹു ആദരിച്ച് നിർത്തുന്നത് അവിടെയാണ്. ഈ അവസാനക്കാരായ ഈ ഉമ്മത്തിന്റെ സവിശേഷത അതാണ്. റസൂലുള്ളാഹി ഫഖ്ർ പറയാറുണ്ട്, അഭിമാനം പറയാറുണ്ട്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഏറ്റവും അവസാനക്കാരാണ് ഞങ്ങൾ, പക്ഷേ സ്വർഗത്തിൽ ഞങ്ങൾ മുൻപന്തിയിലാണെന്ന, പരലോകത്ത് നമ്മൾ മുൻപന്തിയിലാണെന്ന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് സ്വർഗത്തിന്റെ കവാടം മുട്ടിയിട്ട് അതാരാണ്, മുഹമ്മദാണ് എന്ന മറുപടി കിട്ടുമ്പോൾ മാത്രമാണത്രേ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതെന്ന. ഈ ഉമ്മത്തിന് അള്ളാഹു ആദരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പിൻകാലക്കാരാണെങ്കിലും ഏറെ അവസാനം വന്ന ആളുകളാണെങ്കിലും ആയുസ് കുറവുള്ളവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ടും വിശ്വാസം കൊണ്ടും പരലോകത്ത് നമുക്ക് മുമ്പന്തിയിൽ എത്താൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്വം എന്താണ്, നമ്മൾ ചെയ്യുന്ന അമലിന്റെ ശ്രേഷ്ഠത എന്താണ്, ഒരു വിശ്വാസി എന്ന നിലക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാനാണ് ഇന്ന് ചില ആയത്തുകളെയും ചില ഹദീസുകളെയും നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിന് അത് വെളിച്ചമാക്കി തരട്ടെ. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രചോദിപ്പിക്കുന്ന വാക്കുകളാക്കി അത് നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. നമുക്ക് കാണാൻ കഴിയും, മുൻഗാമികൾക്ക് എത്രയും ആയുസ്സുകൾ അള്ളാഹു കൊടുത്തു. ആ ആയുസ്സിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു. ശേഷക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന പ്രതിഫലം ഇരട്ടിയാണെന്ന. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റസൂലുള്ളാഹി പറഞ്ഞു 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന. അതെന്തിനു വേണ്ടിയാ? മുൻഗാമികളെ കവച്ചു വെക്കാൻ, അവരെ മറികടക്കാൻ. ഈ ഉമ്മത്തിനെ അള്ളാഹു സവിശേഷമാക്കിയതും അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചിരുത്തുന്നതും അങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ വലിയ അനുഗ്രഹമാണ്. കുറച്ചു കാലേ നമ്മളുള്ളൂ. ആ കുറച്ചു കാലത്ത് കുറച്ച് പ്രവർത്തനം ചെയ്താൽ മതി. വലിയ അധ്വാനമോ വലിയ എഫേർട്ടുകളോ എടുക്കാതെ നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ പ്രവർത്തനം അള്ളാഹുവിന്റെ അരികിൽ വിശിഷ്ടമായ മഹത്തായ അമലായി റബ്ബ് അതിനെ സ്വീകരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് സുപരിചിതമാണ്. ഒരു ഈത്തപ്പഴത്തെ കൊണ്ടെങ്കിലും നീ എന്ത് ചെയ്യണം? നരകത്തിനെ കാക്കണം എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഈത്തപ്പഴം സദഖ ചെയ്യുന്ന, ചെറിയ ഒരു ചീള് കാരക്ക സദഖ ചെയ്യുന്ന ആ വ്യക്തിക്ക് അള്ളാഹു നരകമോചനം സമ്മാനിക്കുമെന്നതിനപ്പുറം അള്ളാഹു ആ സദഖയെ സ്വീകരിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അതെങ്ങനെ അള്ളാഹു സ്വീകരിക്കുന്നത്? ചെറിയൊരു കാരക്കന്റെ വില എത്രയെന്നുള്ള നമുക്കറിയാം അല്ലെ? ഒരു കാരക്ക് അത്ര ഒരു ദിർഹം ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഒരു ദിർഹമിന് 10 കാരക്ക ഈത്തപ്പഴത്തിന്റെ ചോള നമുക്ക് വാങ്ങാൻ കഴിയും. അതിലൊന്ന് അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ ധർമ്മം ചെയ്താൽ അള്ളാഹു അതിനെ സ്വീകരിക്കുന്നത് അവന്റെ വലത് കൈകൊണ്ടാണ് എന്നാ. അള്ളാഹുവിന്റെ വലത് കൈകൊണ്ട് അള്ളാഹ് അത് സ്വീകരിക്കും. സ്വീകരിക്കുക മാത്രല്ല, അള്ളാഹു പറഞ്ഞല്ലോ, യംഹഖുല്ലാഹു റിബ വയുർബിയസ് സദഖാത്ത്. പലിശയെ അള്ളാഹ് തകർത്ത് കളയും, സ്വതക്കകളെ അള്ളാഹ് വളർത്തുമെന്നാണ്. അതിനെ വളർത്തും. നമ്മൾ ചെയ്യുന്ന ദാനധർമ്മത്തെ അള്ളാഹുവിന്റെ പക്കൽ അതിനെ ഇരട്ടിയാക്കി വളർത്തിക്കൊണ്ടുവരുമെന്ന. എന്നിട്ട് ആ വളർത്തി വലുതായ ആ സദഖക്കാണ് അള്ളാഹ് ചെയ്യുന്നത് പ്രതിഫലം നൽകുന്നത്. ഏതുപോലെ റസൂലുള്ളാഹി അതിനെ വിശദീകരിക്കുക. അത്ര സുന്ദരമായിട്ട് റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ കൊടുക്കുക ആ ഈത്തപ്പഴം, നിങ്ങൾ ധർമ്മം ചെയ്ത ഈത്തപ്പഴം അള്ളാഹു അവന്റെ വലത് കൈയിനെ കൊണ്ട് അത് സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു അതിനെ വളർത്തും. ഏതുപോലെ? നിങ്ങൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ. കുതിരയുടെ കുട്ടിയെ അന്ന് അറബികൾ അവരുടെ തൊഴുത്തുകളിൽ കെട്ടിയിരുന്ന കുതിരയാവട്ടെ ഒട്ടകം കുട്ടികളാകട്ടെ, അതിന് അവര് വെള്ളം കൊടുത്ത് അതിന് തീറ്റ കൊടുത്ത് അതിങ്ങനെ വലുതായി വരുമ്പോ അത് വലുതാകുന്നത് പോലെ ഈ ചെറിയ ദാനധർമ്മത്തെ അള്ളാഹു അവന്റെ പക്കൽ വളർത്തിക്കൊണ്ടുവരുമെന്നാണ്. അഥവാ അള്ളാഹു കൂലി കൊടുക്കാൻ വേണ്ടി, പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അവരുടെ കർമ്മങ്ങളെ വിശിഷ്ടമാക്കിക്കൊണ്ട് അള്ളാഹു അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇരട്ടി കൂലിയാണ്. എല്ലാത്തിനും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയാണ്. ചില ആൾക്കാർക്ക് അത് 2 തവണ കൊടുക്കുന്ന ഈ ഇരട്ടി കൂലി ചില ആളുകൾക്ക് 2 തവണ കൊടുക്കുന്ന. 2 തവണ കൊടുക്കാന്ന് പറയുമ്പോ വീണ്ടും മടങ്ങ് വർദ്ധിക്കുകയാണ്. 10 കൂട്ടം ആളുകളെ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിനുള്ള സമയം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ 10ഓളം കൂട്ടം ആളുകൾക്ക് അള്ളാഹ് 2 തവണ എന്ത് ചെയ്യും? കൂലി കൊടുക്കും. അതിലൊന്ന് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹ് പ്രതിഫലം കൊടുക്കുമ്പോ 2 തവണ കൊടുക്കുന്ന, 2 തവണ കൊടുക്കുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളിലും പ്രവാചകന്റെ ഹദീസിലും കാണാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന സമയം, റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബിയെ കാണാൻ വേണ്ടി, നബി പനിച്ചു കിടക്കുന്ന സമയത്ത് നബിയെ കാണാൻ വേണ്ടി സഹാബികൾ പലരും വരും അല്ലെ? നബിക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ പലരും പല ദിക്കിൽ നിന്നും വന്നു.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണാൻ പോകുന്ന രംഗം നബിയുടെ അവസാനത്തെ രംഗങ്ങളിൽ ചില ഹദീസുകളിൽ വായിക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅക്. റസൂലുള്ളാഹി പനിച്ചു തുള്ളുന്ന അവസ്ഥയിൽ ഞാൻ നബി തങ്ങളുടെ അരികിൽ ചെന്നു. അങ്ങനെ നബിയുടെ അരികിൽ ചെന്നപ്പോ ഫമസിസ്തുഹു ഫഖുൽതു ഇന്നക ലതുഅകു വഅകൻ ശദീദ. പ്രവാചകനെ ഞാൻ ഒന്ന് സ്പർശിച്ചു, ഒന്ന് മേത്തൊന്ന് തൊട്ടോക്കി. തൊട്ടപ്പോ നബിയെ എത്ര പനിയാണ്, എത്ര ശക്തമായ പനിയാണ് അങ്ങേക്ക് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, ഭയങ്കര പനിയാണ്. കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിലെ രണ്ടാൾക്കാർ പനിക്കുന്ന പനിയാണ് ഞാനിപ്പോ പനിക്കണത്. നല്ല ആരോഗ്യമുള്ള ആളുകള്, രണ്ടാളുകൾ പനിക്കുന്ന പനിയുടെ തീവ്രത, ശക്തമായ പനി ഞാനിപ്പോ അനുഭവിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഖുൽതു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു, ലക അജ്റാൻ, നിങ്ങൾക്ക് രണ്ട് കൂലി ഉണ്ടാവൂലേ, നിങ്ങൾക്ക് രണ്ടാൾക്കാരെ പനി ഉണ്ടല്ലോ, അപ്പൊ രണ്ടാളുടെ കൂലി ഉണ്ടാവൂലേ? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു, അതെ, രണ്ടാളുകളുടെ കൂലി ഉണ്ട്. ഇമാം ബുഖാരി ഹദീസിനെ റിവായത്ത് ചെയ്യുമ്പോൾ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഇങ്ങനെയും കൂടി കാണാം, ഇന്നാ കദാലിക്, നിശ്ചയം ഞങ്ങൾ അമ്പിയാക്കൾ ഇങ്ങനെ, ഞങ്ങൾ നബിമാർ ഇങ്ങനെ, എങ്ങനെ യുദഅഫു ലനൽ ബലാ, അള്ളാഹുവിന്റെ പരീക്ഷണം ഞങ്ങൾക്ക് ഇരട്ടിയായിട്ടാണ് കിട്ടുക. ഈമാൻ അനുസരിച്ച് അള്ളാഹിന്റെ പരീക്ഷണം കൂടുന്ന അല്ലെ, തുമ്മൽ അംസൽ തുമ്മൽ അംസൽ, അമ്പിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം, അത് കഴിഞ്ഞാൽ അതുപോലെയുള്ള ആളുകൾക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ അമ്പിയാക്കൾക്ക് ഇങ്ങനെ പരീക്ഷണം ഇരട്ടിയായിട്ട് വരും. പരീക്ഷണം മാത്രമല്ല, വയുദഅഫു ലനൽ അജ്ർ, കൂലി നൽകുമ്പോ 2 വട്ടം അല്ലാഹു തരും. അപ്പൊ ഇരട്ടിയുള്ള കൂലി തന്നെ 2 തവണയായിട്ട് അല്ലാഹു നൽകുമ്പോ വീണ്ടും മടങ്ങാണ്. അതങ്ങനെ വീണ്ടും മടങ്ങാണ്. അത് നിങ്ങൾ ഹദീസുകളിൽ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാണ്. ഈ 700 ഇരട്ടി എന്നൊക്കെ പറഞ്ഞു ഒറ്റ തവണ കൊടുത്തു കഴിഞ്ഞാൽ 700, അത് 2 തവണ കൊടുക്കുമ്പോ എത്രയായി? അത് വീണ്ടും കൂടെയല്ലേ? ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിശ്വാസികൾക്ക് ഇങ്ങനെ ആനന്ദിക്കാനും സന്തോഷിക്കാനുമുള്ള വകയാണ്. അപ്പൊ ഒരു കൂട്ടരെ നമ്മൾ പറഞ്ഞത് അമ്പിയാക്കളാണ്. രണ്ടാമത്തെ കൂട്ടര് അവരിൽ കിതാബിൽപ്പെട്ട ആൾക്കാരുണ്ടാവും, ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ട തൗറാത്തോ ഇഞ്ചീലോ നൽകപ്പെട്ട് അതിൽ വിശ്വസിച്ച് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആയിഷ പിന്നെ അങ്ങനെ എത്തിയില്ലേ, മുൻഗാമികളുടെ പാത പിന്തുടർന്ന് ഇങ്ങനെ പോകുന്ന നസ്രാണികളും അതുപോലെ തന്നെ ജൂതന്മാരുണ്ടല്ലോ ലോകത്ത്. അവര് മുസ്ലിമീങ്ങളാവുകയാണെങ്കിൽ, ജൂതനോ ക്രിസ്ത്യാനിയോ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അയാൾക്ക് 2 തവണ കൂലി കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവം വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞു, വഇദാ യുത്ലാ അലൈഹിം ഖാലൂ ആമന്നാ ബി ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിനാ. വിശുദ്ധ ഖുർആൻ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ, റസൂലുള്ളാഹി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഈ തൗറാത്തിന്റെയോ ഇഞ്ചീലിന്റെയോ ആളുകളുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖാലൂ, അവർ പറയും, ആമന്നാ ബിഹി, അള്ളാഹുവിന്റെ ആ ഒരു ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ ഖുർആൻ എങ്ങനെയുള്ളതാണ്? ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാണത്, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, ഞങ്ങൾ ഇതിനു മുന്നേ മുസ്ലിമീങ്ങളായിരുന്നു, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വേദഗ്രന്ഥം ഇത് ഹക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇതിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, ഉലൈക യുതൗന അജ്റഹും മർറതൈൻ, ഉലൈക യുതൗന അജ്റഹും മർറതൈൻ, അവർക്ക് അവരുടെ കൂലി 2 തവണ അള്ളാഹ് കൊടുക്കും. അത് അവരുടെ പ്രത്യേകതയാണ്. നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിന് ഒരുപാട് തെളിവുകൾ കാണാം. കൈസർ അല്ലെ, ചക്രവർത്തിയായിരുന്ന കൈസറിന് റസൂലുള്ളാഹി എന്ത് ചെയ്തിരുന്നു? ഒരു കത്തെഴുതി. അയാള് ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവനായ കൈസറിന് റസൂലുള്ളാഹി കത്തെഴുതി. ആ കത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സച്ചരിതമായ മാർഗത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്, ഇസ്ലാമിന്റെ ക്ഷണം ഞാൻ നിനക്ക് സമ്മാനിക്കുകയാണ്. അസ്ലിം തസ്ലം, മുസ്ലിമായാൽ നീ സുരക്ഷിതനാണ്, മുസ്ലിമായിക്കോ നീ സുരക്ഷിതനാണ്. യുതിക അല്ലാഹു അജ്റക മർറതൈൻ, നിനക്ക് അല്ലാഹു 2 തവണ കൂലി തരും. ഒന്നെന്താ? ഒന്ന് ആ ആദ്യം കടന്നു വന്ന നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ഈസാ നബിയിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ. രണ്ടാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് കിട്ടി, ആ റിസാലത്തിനെ അംഗീകരിച്ച് അതിനെ ജീവിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നിനക്ക് എന്ത് ചെയ്യും? 2 പ്രതിഫലം നൽകും. അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ക്രിസ്ത്യാനിയെയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ജൂതനെയും പ്രചോദിപ്പിക്കുന്ന, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ ആയത്തുകൾ.
അവർക്കൊക്കെ എത്ര കൂലിയാണ് അവര് വാരിക്കൂട്ടുന്നത്. ചുരുങ്ങിയ ഹ്രസ്വമായ ഒരു കാലയളവിൽ അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ ആളുകളെ വിശദീകരിക്കാം. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാ, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ അതിനെ വിശദീകരിച്ചു അല്ലെ. ഒരു ഹർഫ് ഓതിയാൽ 10 ഇരട്ടി കൂലി ഉണ്ടെന്നാണ്. അലിഫ് ലാം മീം 3 ഹർഫുകളാണ്, 30 ഇരട്ടി കൂലിയാണെന്നാണ്. അത് കൂലി മാത്രമാണ്, വേറെ ഇല്ലേ. ഒരുപാട് ഖുർആനെ സ്വീകരിക്കുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന ആദരവും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും വിശാലമാണ്. അതെന്നെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രം വിശദീകരിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഖുർആനെ പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ടാവും, തപ്പിത്തടഞ്ഞ് കുറെയൊക്കെ പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകൾ, ഹിഫ്ള് കുറവുള്ള ആളുകൾ, ഹിഫ്ളാക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഉള്ള ഹിഫ്ള് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നവർ, അഥവാ ഖുർആനുമായുള്ള ബന്ധം ദൃഢമാക്കി വെച്ച് കിട്ടിയതിനെ തപ്പിത്തടഞ്ഞിട്ടാണെങ്കിലും ഉള്ളതിനെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2 കൂലിയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിൽ അഗ്രഗണ്യനായ മികവ് പുലർത്തുന്ന ആൾ, മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഏറ്റവും നല്ല ഉത്കൃഷ്ടരായ ആളുകളുടെ കൂടെയാണ് അയാളുടെ സ്ഥാനം. സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞാൽ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം, അവരുടെ പദവി. പുണ്യവാന്മാരായ ആളുകളോടൊപ്പം, മലക്കുകളോടൊപ്പം എന്ന് ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചു. എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അത് ഏറ്റവും നല്ല കൂലിയാണ്. ആ ഒരു പദവി എന്തെയ്യില്ല, തപ്പിത്തറിഞ്ഞാൽ കിട്ടൂല. പക്ഷെ 2 തവണ അള്ളാഹ് തപ്പിത്തറിഞ്ഞ് ഓതുന്ന ആൾക്കത് എന്ത് ചെയ്യും, കൂലി കൊടുക്കും. പക്ഷെ മറ്റൊരാളുടെ അരികിലേക്ക് എത്തുന്നില്ല. ഖുർആനെ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ഖുർആൻ പഠിച്ച് പാരായണം ചെയ്യുന്നവരും അള്ളാഹു നൽകുന്ന പ്രതിഫലം വിശാലമാണ്. പക്ഷെ എന്നിട്ടും ഉള്ളതിനെ വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പാരായണം ചെയ്യുന്നവൻ, റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദി യഖറഉൽ ഖുർആന വയതതഅതഉ ഫീ, തപ്പിത്തടഞ്ഞിങ്ങനെ ആവർത്തിച്ച് ഉള്ളതന്നെ വീണ്ടും ഇങ്ങനെ ഓതുന്ന ആൾ, വഹുവ അലൈഹി ഷാഖുൻ, ഖുർആനിനെ ഹിഫ്ളാക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടിട്ട് അയാൾ ഓതുന്നവനാണോ, ലഹു അജ്റാൻ, 2 തവണ അള്ളാഹ് അയാൾക്ക് എന്ത് ചെയ്യും, കൂലി കൊടുക്കും. അത് 30 ഇരട്ടി കൂലി ചിലപ്പോൾ 2 തവണ കൊടുക്കുമ്പോൾ വീണ്ടും ഇരട്ടിയാണ്. 2 തവണ അയാൾക്ക് കൂലി കൊടുക്കും. ലഹു അജ്റാൻ എന്ന് പറഞ്ഞാൽ 2 കൂലി എന്നാണ്. 2 കൂലി പറഞ്ഞാൽ ഒരു കൂലി അതെത്ര അത് നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് വീണ്ടും കൂടി കൊടുക്കുമെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ 2 തവണ കൊടുക്കുന്ന 3 കൂട്ടം ആളുകളായി. 4ാമത്തെ ആളുകളെ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് വിശദീകരിക്കാം. 4ാമത്തെ ആള് സ്വതക്ക ചെയ്യുന്ന ആള്. എല്ലാവരും സ്വതക്ക, നമുക്ക് തന്നെ അറിയാം, ഇന്ന് ചാരിറ്റി വളരെ വിശാലമായി നടക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടാൽ മതി, ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രയാസമുള്ളത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പ്രയാസമുള്ളത്. മുസ്ലിം സമൂഹം ഒഴുക്കുന്ന സമ്പത്ത് വിശാലമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് അഭിമാനിക്കാം. ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവർ മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് അമുസ്ലിമീങ്ങൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം മെജോറിറ്റി ഏരിയകളിലേക്ക് പല വിധേനയുള്ള സംഭാവനകൾക്കുള്ള അഭ്യർത്ഥനകൾ പലതും എത്തുന്നത്, നമ്മുടെ പള്ളികളിലാവട്ടെ മറ്റ് സ്ഥാപനങ്ങളിലാവട്ടെ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമികൾക്ക് കൊടുക്കാൻ ഒരു മടിയില്ല, വാരിക്കോരി കൊടുക്കും. പ്രത്യേകിച്ച് ചില നാടുകൾ, അതിനായിട്ട് തന്നെ ചില നാടുകൾ അവർ കൊടുക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഒരു കൊറോണ കാലഘട്ടത്തിലൊക്കെ പ്രളയം വന്ന സമയത്തൊക്കെ UAE നിന്ന് തന്നെ എത്ര ലക്ഷക്കണക്കിന് ദിർഹമുകളാണ്, അതുപോലെ തന്നെ വസ്ത്രങ്ങളാണ്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ നാടുകളിലേക്കൊക്കെ കയറ്റിവിട്ടത്. നമുക്കറിയാം, ഇവിടുത്തെ ഭരണാധികാരി ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ, എല്ലാവരും സംഭാവന ചെയ്യണമെന്ന്. മണിക്കൂറുകൾ കൊണ്ട് മില്യൺ കണക്കിനാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ ഭരണാധികാരി അല്ലേ, വലിയുൽ അഹദ്, അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അവർക്ക് ഈ ഭരണാധികാരികൾക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഇനിയും അവർക്ക് ഒരുപാട് പ്രവർത്തനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും ഇന്നലെ മില്യൺ കണക്കിന് റിയാലുകളാണല്ലോ ഫലസ്തീന്റെ ആളുകൾക്ക് വേണ്ടി സമാഹരിച്ചെടുത്തതെന്ന. ഇപ്പോഴും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹു എന്തായാലും കൂലി കൊടുക്കും. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹ് അതിനെ ഇങ്ങനെ വളർത്തും. എന്നിട്ട് വളർത്തിയിട്ട് വലുതായി അള്ളാഹുവിന്റെ അരികത്ത് വലുതായി നിൽക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹ് കൊടുക്കുന്ന. കുടുംബ ബന്ധത്തിൽ ഉള്ള, നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ ധർമ്മം ചെയ്യുകയാണെങ്കിൽ 2 തവണ അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഒന്ന്, നമ്മൾ ബന്ധം രൂഢമൂലമാക്കിയതിന്റെ പേരിൽ, ബന്ധം സുദൃഢമാക്കിയതിന്റെ പേരിൽ
മറ്റൊന്ന് അയാളുടെ ആ പ്രയാസത്തെ ദൂരീകരിക്കാൻ നമ്മൾ സഹായിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിങ്ങനെ കുറെ കാണാൻ കഴിയും. സൈനബ് റളിയല്ലാഹു അൻഹ, കുറെ സൈനബുകളെ കാണാൻ കഴിയും ചരിത്രത്തിൽ. അതിൽ ഒരു സൈനബ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹി ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധർമ്മം ചെയ്യണം, നിങ്ങൾ എടുത്ത് ആഭരണം ഉണ്ടെങ്കിൽ അതവിടെ കൊടുത്തോളി എന്നുള്ള നിലക്കാ പറഞ്ഞത്. അപ്പൊ അത് ഞാൻ കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക് തോന്നി, പലപ്പോഴും അവരുടെ ധർമ്മം നൽകിയിരുന്നത് കുടുംബത്തിലുള്ളവർക്ക് ഭാര്യക്കും ഭർത്താവിനും അതുപോലെ തന്നെ സഹോദരന്മാർക്കുമാണ്. അപ്പൊ ആ സദസ്സിൽ വെച്ച് നൽകുമ്പോൾ ഇത് ഇവർക്ക് കിട്ടൂലല്ലോ എന്നുള്ള ആശങ്ക ഉണ്ടായപ്പോ നബിനോട് ചോദിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്തു. പക്ഷെ നേരിട്ട് ചോദിക്കാൻ മടി. പക്ഷെ നബിന്റെ അടുത്തേക്ക് പോയപ്പോ നബിനോട് അൻസാരിയായ ഒരു പെണ്ണ് ഇതേ വിഷയത്തില് ചോദിക്കാണ്. വാതിക്കൽ ഇങ്ങനെ നിൽക്കുക. അവർ രണ്ടുപേരും ചോദിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ അവർക്കെന്താണ് മടിയാണ്. റസൂൽ എന്താ പറയാന്ന് അറിയില്ല. കാരണം ഇവിടെ നബി ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളൊരു തോന്നല് വരുമോ എന്നുള്ള നിലക്ക്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു അടുത്തുകൂടെ കടന്നു പോയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാൻ, ബിലാൽ ഞങ്ങൾ ചോദിക്കണം റസൂലുള്ളാഹിനെ, ഞങ്ങളെ പറ്റി പറയണ്ട, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ധർമ്മം ചെയ്താൽ ഞങ്ങൾക്ക് കൂലിട്ടോ, കുടുംബത്തിലുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്താൽ ഞങ്ങൾക്ക് കൂലിട്ടോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നു റസൂലുള്ളാഹിയോട് ചോദിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, 2 തവണ അവർക്ക് കൂലിയുണ്ടെന്ന്. 2 തവണ അവർക്ക് കൂലിയുണ്ട്. ഒന്ന് ആ ബന്ധം പുലർത്തിയതിനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത സദഖയുടെ കൂലിയും അവർക്കുണ്ട്. അത് എത്ര എത്തിയ അള്ളാഹു ആകാം, പക്ഷെ 2 തവണ അള്ളാഹ് അത് കൊടുക്കും. എത്ര എത്തിയാണെങ്കിലും 2 തവണ അള്ളാഹു അത് കൊടുക്കുന്ന അതൊരു കൂട്ടം. ഇനി 5ാമത്തെ കൂട്ടം ആളുകളെ കൂടി വിശദീകരിക്കാം. അസ്ർ നിസ്കരിക്കണോലാണല്ലോ നമ്മളെല്ലാവരും. അസ്ർ നിസ്കാരത്തിന് അള്ളാഹ് 2 തവണ കൂലി തരുന്ന അസ്ർ നിസ്കാരത്തിന്. അത് നമുക്കറിയാം. ഒരു നിസ്കാരത്തിന്റെ കൂലി എത്ര അത് നമുക്കറിയില്ലേ. ജമാഅത്താണെങ്കിൽ 27 ഇരട്ടി കൂലിയാ. അത് നമുക്കറിയാം. മക്കത്താണെങ്കിൽ 1 ലക്ഷം ഇരട്ടി കൂലിയാ. മദീനയിലാണെങ്കിൽ 1000 ഇരട്ടിയാണ്. മസ്ജിദുൽ അഖ്സയിലാണെങ്കിൽ 500 ഇരട്ടിയാണ്. അതുപോലെ തന്നെ 1ാമത്തെ സഫിൽ എത്തണമെങ്കിൽ അതിനും വേറെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് വരെ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഹദീസ് ക്ലാസ്സിലൊക്കെ ഉലൂമുൽ മറാം എടുത്തപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. വളരെ രസകരമായി നമ്മൾ ആ സംഗതിയിൽ വിശദീകരിച്ചു പോയതാണ്. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം അസ്ർ നമസ്കാരം നമസ്കരിക്കുന്നവരെ 2 തവണ അല്ലാഹു കൂലി എടുക്കുന്ന അതേതാ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ബസ്റ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിക്കുകയാണ്, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്റ ബിൽ മുഹമ്മസ് എന്ന സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി ഞങ്ങളെയും കൊണ്ട് അസ്ർ നമസ്കരിച്ചു. മുഹമ്മസ് എന്ന് പറഞ്ഞാൽ മദീനയിലെ ഈർ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മല മുതൽ മക്ക വരെയുള്ള വഴിയിലെ ഇടയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണത് മുഹമ്മസ്. ആ മക്കയുടെ വഴിയിലെ മുഹമ്മസിൽ വെച്ച് ഞങ്ങളെയും കൊണ്ട് റസൂലുള്ളാഹി അസ്ർ നമസ്കരിച്ചു. അസ്ർ നമസ്കരിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത ഉരിദത് അലാ മൻ കാന ഖബ്ലകും ഫദയ്യഉഹാ. ഈ അസ്ർ നമസ്കാരം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമുദായത്തിന്റെ മേൽ അല്ലാഹ് പ്രദർശിപ്പിച്ചതാ. നിസ്കരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞതാ, പക്ഷെ അവരതിനെ കൈയൊഴിഞ്ഞു. അഥവാ ജൂതന്മാർക്കും നസ്രാണികൾക്കും നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹ് നിശ്ചയിച്ച സമയമായിരുന്നു അത്. അവർ ഭയങ്കര അങ്ങാടികളിൽ എപ്പോഴും വ്യാപൃതരായിരുന്നത് കൊണ്ട്, കച്ചവടം കൊണ്ടും ദുനിയാവിന്റെ ഐഹിക ഏർപ്പാടുകളിൽ അവര് കൂടുതൽ തൽപരരും വ്യാപൃതരുമായതുകൊണ്ട് അവർ ആ നിസ്കാരത്തെ പലപ്പോഴും ചെയ്തു ഉപേക്ഷിച്ചു. ആ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ ഹാഫള അലൈഹാ, ഈ നമസ്കാരത്തെ അസ്ർ നമസ്കാരത്തെ ആരാണോ ശ്രദ്ധിക്കുന്നത്, ആരാണോ അതിനെ സൂക്ഷിക്കുന്നത്, കാന ലഹു അജ്റുഹു മർറതൈൻ, അവന്റെ കൂലി 2 തവണ അല്ലാഹ് കൊടുക്കുമെന്നാണ്. ജമാഅത്താണെങ്കിൽ ആ കൂലി, അവിടെയാണെങ്കിൽ അതും ഒക്കെ എങ്ങനെയാണ് അത് 2 തവണ ആക്കിയിട്ട് അല്ലാഹ് കൊടുക്കും. അത് അല്ലാഹു അയാൾക്ക് നൽകുന്ന ആദരവാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എത്രയും കാലം അസ്ർ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മൾ. പലപ്പോഴും അസ്ർ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് മടിയും വരിക. നമ്മള് ഒന്ന് കടന്നുറങ്ങാൻ, അതല്ലെങ്കിൽ നമ്മളെ തിരക്കുകൾ ഒക്കെ അധികം ആ സമയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ഫളിൽ എന്താന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, എഴുന്നിട്ടെങ്കിൽ അവർ പള്ളിയിലേക്ക് ചെല്ലുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അസ്റിനെ മാത്രം വിശദീകരിച്ച് പറയുന്ന ഹദീസുകൾ വേറുണ്ട്. അവർക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അസ്ർ നമസ്കരിക്കുന്നവൻ അല്ലാഹ് 2 തവണ കൂലി കൊടുക്കും.
അപ്പൊ 6 ആൾക്കാരായില്ലേ, അല്ല 5 ആൾക്കാരായി. ഇനി 6ാമത്തും കൂടി പറയാം. 6ാമത്തെ ഒരാൾ ഒതുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒതുവിന് വെള്ളമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. അയാൾ തയമ്മം ചെയ്തു. തയമ്മം ചെയ്ത് അയാൾ നിസ്കരിച്ചു. നിസ്കാരം സ്വഹീഹാണ്, നിസ്കാരം അത് സ്വീകരിക്കും അല്ലെ. പിന്നീട് അയാൾ വെള്ളം കണ്ടിട്ട് അയാൾ ഒതുണ്ടാക്കി, വെള്ളം കൊണ്ട് ഒതുണ്ടാക്കി. നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. അയാൾ ഒരിക്കൽ കൂടി ആ നിസ്കാരം മടക്കി നിസ്കരിച്ചു. അയാൾക്ക് 2 തവണ കൂലി എടുക്കുന്ന, അയാൾക്ക് 2 തവണ. ശരിക്കും അയാൾ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരാൾ നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, 2 ആളുകൾ, അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യാണ്, ഒരു യാത്രയിൽ 2 ആളുകൾ റജുലാനി ഫീ സഫരിൻ, യാത്ര ചെയ്യാൻ അവര് വെള്ളം കിട്ടാതെ കുടുങ്ങി. തയമ്മം ചെയ്ത് അവർ 2 പേരും നിസ്കാരത്തിന് സമയമായപ്പോൾ നിസ്കരിച്ചു. നമസ്കാരം നിർവഹിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ യാത്ര തുടർന്നപ്പോഴാണ് വേറെ സ്ഥലത്ത് വെള്ളം കണ്ടത്. ആ അതിലൊരാള് വെള്ളം കണ്ടപ്പോ അയാൾ ഒതുണ്ടാക്കി. അയാൾ നിസ്കരിച്ചു, മറ്റാൾ എന്ത് ചെയ്തില്ല? നിസ്കരിച്ചില്ല. അങ്ങനെ മറ്റാൾ നിസ്കരിക്കാതായപ്പോൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോ ഈ സംഭവം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഒരാൾ നിസ്കരിച്ചു, മറ്റാള് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2ാമത് നിസ്കരിക്കാത്ത ആളോട് പറഞ്ഞു, അസബ്ത സുന്ന വഅജ്സഅതക സ്വലാതുക, നിനക്ക് പ്രവാചകന്റെ ചര്യ നീ ചെയ്തത് ശരിയാണ്. പ്രവാചകന്റെ ചര്യ വെള്ളം കണ്ടിട്ട് എന്ത് ചെയ്യണം? ഒതുണ്ടാക്കണം. അതുപോലെ നിസ്കരിച്ച നിസ്കാരത്തിന് അല്ലാഹു നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിഫലവും നൽകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് വുദു ചെയ്ത് 2ാമത് നമസ്കരിച്ച ആളോട് റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയാണ്, ലക്കൽ അജ്റു മർറത്തൈൻ, നിനക്ക് 2 തവണ എന്ത് ചെയ്യും? പ്രതിഫലം നൽകും. അയാൾ നിസ്കരിച്ച നിസ്കാരത്തിന് 2 തവണ നൽകുമെന്നാണ്. ഈ സംഭവം, ഈ ഹദീസിൽ ഒരുപാട് ഫിഖ്ഹിയായ മസലകളിൽ ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്തുധരിച്ചത്, ഒരാൾ അങ്ങനെ നിർവഹിച്ചാൽ അയാൾക്ക് അല്ലാഹു ചെയ്യുന്നു 2 തവണയായി പ്രതിഫലം നൽകുന്നുവെന്നാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വേറൊരു കൂട്ടരും കൂടി പറയാം, അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കുന്ന, ദീനിനെ സംബന്ധിച്ച് നന്നായി വിവരം ശേഖരിക്കുന്ന, വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അവഗാഹം നേടുന്ന പണ്ഡിതന്മാർ, ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഇജ്തിഹാദ് നടത്തുന്ന മുജ്തഹിദീങ്ങളായ ഇമാമുമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹദീസുകളും വിശുദ്ധ ഖുർആനൊക്കെ മനഃപ്പാഠമാക്കി വെച്ച മഹാപണ്ഡിതന്മാരാണല്ലോ ഒരു ഫിഖ്ഹി വിഷയത്തിൽ ഫത്വ കൊടുക്കുക, വിധി പറയുക, മതപരമായ ഒരു വിധി പറയുന്നത് അവരാണല്ലോ. അങ്ങനെയുള്ള പണ്ഡിതൻ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു. ആ വിധി ശരിയാണെങ്കിൽ, അഥവാ യഥാർത്ഥ മതവിധിയാണ് അത് എങ്കിൽ, ഖുർആനോടും സുന്നത്തിനോടും ചേർന്ന് ശരിയായ രൂപത്തിലുള്ള മതവിധിയാണ് എങ്കിൽ അയാൾക്ക് 2 കൂലിയാണ്. എന്തിനാണ്? ഒന്ന് അയാളുടെ ഇജ്തിഹാദിനുള്ള കൂലിയും മറ്റേത് ശരിയായതിനുള്ള കൂലിയും. ഇനി ഒരാള് ആ പണ്ഡിതൻ തന്നെ മതവിധി നടത്തി, പക്ഷെ ആ വിധി തെറ്റാണ്, അയാൾക്ക് 1 കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അല്ലാഹുവിന്റെ കലാമിനെ പഠിക്കുകയും പ്രവാചകന്റെ ഹദീസുകളെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വിവരം നൽകുകയും അറിവ് നൽകുകയും ഹുക്മ നൽകുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് 2 തവണയുള്ള പ്രതിഫലങ്ങളാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ അവിടെ വിശദീകരിച്ചു. 8ാമത്തെ കൂട്ടം ആളുകൾ കടലിൽ വെച്ച് മുങ്ങി മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാന്റെ മാർഗത്തിൽ, പ്രത്യേകിച്ച് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ കടൽ യുദ്ധം ഉണ്ടാവും, കരമാർഗത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും. കടൽ മാർഗത്തിലുള്ള യുദ്ധം ദുഷ്കരമാണ്, ഭയങ്കര പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, കടലിൽ മുങ്ങി മരിക്കുന്ന ആൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കടലിൽ മുങ്ങി മരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫലഹു അജ്റു ഷഹീദൈൻ, 2 ഷഹീദിന്റെ പ്രതിഫലം, 2 തവണ ആ ഷഹാദത്തിന് അള്ളാഹു ചെയ്യുന്നു പ്രതിഫലം നൽകുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കരയുദ്ധത്തെക്കാളും ഒരാൾക്ക് കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്നത് കടൽ മാർഗേണയുള്ള ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടുള്ള അത്തരം അമലുകളാണ് എന്നൊക്കെ അവിടെ വിശദീകരിക്കുന്നതും കാണാൻ കഴിയും. 9ാമത്തെ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ 9ാമത്തെ കൂട്ടം ആളുകൾ ജനാസ നമസ്കരിച്ച് ആ ജനാസയെ ഖബറിലേക്ക് വെച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടി തിരിച്ചു പോരുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി പറഞ്ഞ വാഗ്ദാനമാണ് 2 തവണ അവർക്ക് കൂലി കൊടുക്കുന്ന, 2 തവണ അവർക്ക് കൂലി കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞു, മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനും വഹ്തിസാബ, പ്രതിഫലേച്ഛയോടെയും വിശ്വാസത്തോടെയും മുസ്ലിമായ ഒരാളുടെ ജനാസയെ ആരാണോ പിന്തുടരുന്നത്, ജനാസ പിന്തുടരുന്ന, ജനാസ അങ്ങനെ കൊണ്ടുപോയി അല്ലെ നിസ്കാരത്തിന്
തയ്യാറാക്കി കൊണ്ടുപോകുക. വകാന മഅഹു ഹത്താ യുസല്ല അലൈഹാ, ആ ജനാസയോടൊപ്പം നമസ്കരിക്കുന്നത് വരെ അയാൾ ജനാസയുടെ കൂടെയുണ്ട്. വയഫറഹു മിൻ ദഫ്നിഹാ, ആ ജനാസയെ മറമാടി അയാൾ പിരിഞ്ഞു പോരുന്നു. ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാത്തീൻ, 2 ഖീറാത്തുകൾ കൊണ്ടാണ് അയാൾ മടങ്ങി പോരുന്നത്. ജനാസയെ കൊണ്ടുപോയി ജനാസക്ക് വേണ്ടി ആ ജനാസ നമസ്കരിച്ചു, ആ നമസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോ 2 ഖീറാത്ത് പ്രതിഫലവുമായിട്ട് അയാൾ വരുന്നത്. റസൂലുള്ളാഹി വിശദീകരിച്ചു, ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ലു ജബലി ഉഹദിൻ, ഒരു ഉഹദ് മലന്റെ അത്ര വരും ഒരു ഖീറാത്ത് എന്ന. അങ്ങനെ 2 ഖീറാത്ത് പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്ന ആ നബിയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ വമൻ സല്ല അലൈഹാ സുമ്മ റജഅ ഖബ്ല അൻ തുദ്ഫൻ, ചില ആൾക്കാർ നിസ്കരിക്കും പക്ഷെ മറമാടാൻ എന്ത് ചെയ്യാറില്ല, നിൽക്കാൻ നിസ്കാരം കഴിഞ്ഞ വേഗം പോരുന്ന ആളുകളുണ്ട്, തിരക്കുകളിലൊക്കെ പോരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഫഇന്നഹു യർജിഉ ബിഖീറാത്ത്, അയാൾക്ക് ഒറ്റ ഖീറാത്ത് കൂലിയേ ഉള്ളൂ. മറവും മാടുന്നത് വരെ നിൽക്കാത്തവന് ഒറ്റ കൂലിയേ ഉള്ളൂ. കാരണം എന്താ, അത് ഒന്ന് അയാൾ മുസ്ലിമീങ്ങളോടുള്ള ആദരവും മുസ്ലിമീങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൽ മാത്രമല്ല, അയാളോടുള്ള ഇഷ്ടത്തെ ഏറ്റവും നല്ല നിലയ്ക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അത്രയും നേരം പ്രാർത്ഥിക്കുന്ന ആൾക്ക് അള്ളാഹ് കൊടുക്കുകയാണ്. 2 തവണയാണ് ചെയ്യുന്നത് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് അവിടെ വിശദീകരിച്ച സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈ ജബൽ ഉഹദിനോളം റസൂലുള്ളാഹി അതിന് മുമ്പ് പറഞ്ഞെങ്കിൽ ആ ഹദീസുകൾ തന്നെ വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. 10ാമത്തെ കൂട്ടം ആളുകൾ, നമ്മൾ 10 ആളെ വിശദീകരിക്കുന്ന എന്ന് പറഞ്ഞത്, 10ാമത്തെ കൂട്ടം ആള് യുദ്ധത്തിന് വേണ്ടി സഹായം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്താൻ പോകുന്ന ആൾക്ക് വേണ്ടി അയാളുടെ എല്ലാവിധ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ആൾ. പണം കൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റു മാർഗേണയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നവരാകാം, വഴിവെട്ടി കൊടുത്തിട്ടാവാം. അങ്ങനെയുള്ള ഗാസിയായ യുദ്ധത്തിന് പോകുന്ന ആളെ സഹായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഗാസി അജ്റുഹു, ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന യുദ്ധ പോരാളിക്ക് അയാളുടെ പ്രതിഫലമുണ്ട്. വലിൽ ജാഇലി അജ്റുഹു, യുദ്ധക്കാരനാക്കി അയാൾക്ക് വേണ്ട സഹായ സഹകരണം, ചിലപ്പോൾ അയാൾക്ക് കോച്ചിങ് കൊടുത്ത ആളാവാം, ട്രെയിനിങ് കൊടുത്ത ആളാവാം, ചിലപ്പോൾ അയാൾക്ക് സമ്പത്ത് കൊടുത്ത ആളാവാം. അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ റെഡിയാക്കി ദഅവത്ത് മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിനെ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയൂല, പക്ഷെ ചെയ്യുന്നവരെ സഹായിക്കാനും അതിനുള്ള മാർഗം ഒരുക്കി കൊടുക്കാനും നമുക്ക് കഴിയും. അങ്ങനെ ഇസ്ലാമിനെ സേവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, വലിൽ ജാഇലി അജ്റുഹു വ അജ്റുൽ ഗാസി, അതിനെ സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്ക് അയാളുടെ കൂലിയുണ്ട്, ചെയ്തു കൊടുക്കുന്ന കൂലിയുമുണ്ട്, ഗാസിയുടെ കൂലിയുമുണ്ട്. യുദ്ധം ചെയ്ത് ഇങ്ങനെ അത്രക്കും വെട്ടും ഇതൊക്കെ കൊണ്ട് എടങ്ങാറായി കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുന്ന ആ യുദ്ധ പോരാളിയുടെ പ്രതിഫലവും അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇങ്ങനെ സുദീർഘമായി വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഫദ്ൽ എന്താണ് എന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ശേഷക്കാരാണ്, ഏറ്റവും അവസാനമുള്ള ആളുകളാണ്. ഈ ഉമ്മത്തിന്റെ സവിശേഷത അവസാനക്കാരാണ് എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് നമ്മൾ എന്താണ്, മുൻപന്തിയിലാണ്. ആ മുൻപന്തിയിൽ എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന അമലുകളെ റബ്ബ് സ്വീകരിക്കുന്ന ആ ഒരു മാർഗത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹു അതിനെ സ്വീകരിക്കുന്നത് വലിയ അമലായിട്ടാണ്. അതിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്നു. മുൻഗാമികൾക്ക് ലഭിക്കപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം വാരിക്കൂട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് സാധിക്കുന്നുവെന്ന റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സ്വഹാബത്ത് കൈക്കുമ്പിളിൽ ധർമ്മം ചെയ്തതിന്റെ അത്ര സ്വഹാബത്തിന് ശേഷമുള്ള ആളുകൾ വന്നാൽ എന്ത് ചെയ്യൂല, ഒരു ഉഹദ് മലയോളം ധർമ്മം ചെയ്താലും സ്വഹാബത്ത് കൈക്കുമ്പിളിൽ കൊടുത്ത അത്ര എന്താവൂല, ആവൂല എന്നാണ്. അഥവാ സ്വഹാബത്തിന്റെ ബദല് പറയുന്നിടത്തൊക്കെ ആ ഒരു വിശദീകരണം നൽകിയെങ്കിലും അതിനുശേഷമുള്ള ജനത എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ ഓതി പോകുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് കൂടി പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. റബ്ബ് പറഞ്ഞല്ലോ, ഫമൻ തഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വമൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സൗഭാഗ്യവാൻ എന്ന് പറയുന്നവൻ, ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റുന്നവൻ ആരാണ്? ഇത്രക്ക് അവസരം കൊടുത്തിട്ട് സ്വർഗം നേടുന്നവനാണ്. ഇത്രക്ക് അവസരം കിട്ടിയിട്ടും പൊട്ടിപ്പാളീസായി ഒന്നുമില്ലാതെ മുഫ്ലിസായി തീരുന്നവൻ എത്ര വലിയ ഹതഭാഗ്യവാനാ. ഫമൻ തഖുലത് മവാസീനു, ആരുടെ തുലാസാൻ നാളെ പരലോകത്ത് തൂങ്ങി നിൽക്കുന്നത്?
ഘനവേറി നിൽക്കുന്നത് ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അല്ലാഹു പറഞ്ഞു അവന് തൃപ്തികരമായ ജീവിതമാണ്. പരലോക ജീവിതം അവർക്ക് സുഖകരമാണ്. പരലോക ജീവിതം അവർക്ക് സന്തോഷകരമാണ്. എന്നാൽ വമൻ ഖഫ്ഫത് മവാസീനു, ആരുടെ ത്രാസാണ് പൊന്തി നിൽക്കുന്നത്, ലഘുവായി നിൽക്കുന്നത്, വമൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ, അവനെ നരകമാണ്. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നെഞ്ചേറ്റണം. അള്ളാഹുവിന്റെ കലാമുകളെ മനസ്സിലാക്കാനും പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഏതൊരു നിസ്സാരമായ അമലാണെങ്കിലും വിടാൻ പാടില്ല. കാരണം ഇതിന് അള്ളാഹ് സ്വീകരിക്കുന്നത് അത്രക്കും വിശാലമായിട്ടാണ്. അത് നമുക്ക് കൂലി തരാൻ പോകുന്നത് ഇരട്ടിയായിട്ടാണ്. അത് നമ്മളെ നിയത്തിനനുസരിച്ചാവാം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ രീതി അനുസരിച്ചാവാം, നമ്മുടെ മറ്റുള്ള സാഹചര്യ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാവാം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ആണായാലും പെണ്ണായാലും ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു നല്ലൊരു ജീവിതം ഞാൻ അവർക്ക് സമ്മാനിക്കുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന, 2 തവണയൊക്കെ പ്രതിഫലം നൽകപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത് കാണാൻ കഴിയും. അങ്ങനെ 1 തവണ പ്രതിഫലം പറ്റാനും ആ പ്രതിഫലത്തെ പ്രതീക്ഷിച്ച് പ്രാവർത്തിക മേഖലകളെ ഇനിയും വിപുലീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന തിന്മകൾ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമയാർന്ന അതിന്റെ അധ്യാപനങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ അവസരങ്ങൾ മുതലാക്കാൻ അള്ളാഹു നമുക്ക് മനസ്സ് തരട്ടെ. പലപ്പോഴും ദീനിനെ കേൾക്കാൻ ആളുകൾ കുറവാണ്. പക്ഷെ ദീനിന്റെ ഓരോരോ ആയത്താണെങ്കിലും ഹദീസുകളാണെങ്കിലും അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഇനിയും അമലുകളുമായി സജീവമാവാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുന്ന തരത്തിൽ, നമ്മുടെ ഈമാനിനെ ശക്തമാക്കുന്ന തരത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണ് എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു എല്ലാവിധ നന്മകളും സമ്മാനിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ സമ്മാനിക്കട്ടെ. നമ്മുടെ അധ്വാനങ്ങളിൽ, നമ്മുടെ ഉപജീവനങ്ങളിൽ അള്ളാഹു വിശാലത സമ്മാനിക്കട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന തിന്മകൾ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഉപകാരപ്രദമായ അറിവ് റബ്ബ് ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ചു നൽകട്ടെ. നൽകിയ അറിവ് റബ്ബ് ഇനിയും നമുക്ക് ഉപകാരപ്പെടുത്തി തരികയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.